സദ്ഗുരും ഭജേ. ഗജേന്ദ്ര മോക്ഷത്തിന് ശേഷം സ്വായംഭുക സ്വാരോചിഷ ഉത്തമ താമസം 4 മന്വന്തരം കഴിഞ്ഞു. പിന്നെ 5ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ വികുണ്ഠ ശുഭ്രൻ എന്ന ദമ്പതിമാർക്ക് വൈകുണ്ഠൻ എന്ന പേരിൽ അവതാരം ചെയ്തു. ഈ ഭഗവാൻ വൈകുണ്ഠം എന്ന ലോകം സൃഷ്ടിച്ചു എന്നിവിടെ വർണ്ണിക്കുന്നു. പിന്നെ 6ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാൻ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പാലാഴിമഥനം ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂർമാവതാരം മുതലായ അവതാരങ്ങൾ ചെയ്തു പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നു, യഥാ ഭഗവതാ ബ്രഹ്മൻ മഥിതഃ ക്ഷീരസാഗരഃ യദർത്ഥം വാ യതശ്ചാദ്രിം ദധാര അംബുജരാത്മനാ. നമ്മളൊക്കെ ഓരോരോ കർമ്മം കൊണ്ട് ഇങ്ങനെ മീനായിട്ടും ആമയായിട്ടും നമ്മൾ ജനിക്കുന്നത് പോലെ ഭഗവാനൊക്കെ എന്താണ് കർമ്മം, എന്ത് കർമ്മം കൊണ്ട് ഇങ്ങനെ ജനിക്കുന്നു ചോദിക്കുമ്പോഴാണ് ഭഗവാൻ കർമ്മം കൊണ്ട് ജനിക്കുന്നില്ല, ഭഗവാൻ കാരുണ്യം കൊണ്ട് ഓരോ രൂപം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പാലാഴി മഥനം ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. പണ്ട് ദേവാസുരന്മാർ യുദ്ധത്തിൽ ദേവന്മാർക്ക് അസുരന്മാരുടെ ബാണങ്ങൾ ഏറ്റ് മരിച്ചു. അപ്പോൾ അവർക്ക് സങ്കടമായി. അവർക്ക് ഭഗവാനോട് പറഞ്ഞു, ബ്രഹ്മാവോട് പറയുന്നു, അസുരന്മാർ എത്ര വധിച്ചിട്ടും അവർ വീണ്ടും തിരിച്ചു വരുന്നു. ഇതാ കാരണം അസുരന്മാരുടെ ഗുരുനാഥൻ ശുക്രാചാര്യൻ മൃതസഞ്ജീവിനി ഒരു മൂലിക വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ കലക്കി അതുകൊണ്ട് തെളിച്ചാൽ മതി, മരിച്ചവർക്ക് എഴുന്നേറ്റ് വരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദേവന്മാർക്ക് സങ്കടപ്പെടുന്നു. സങ്കടപ്പെടുന്ന ആൾക്കാണ് കൂടുതൽ സങ്കടപ്പെടും എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ദുർവാസന്റെ ശാപം കൂടി വന്നു. ഇന്ദ്രൻ ആണപ്പുറത്ത് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ദുർവാസ മഹർഷി മഹാലക്ഷ്മി പ്രസാദമായ മാല കൊടുത്തു. ദുർവാസാസുരവണി തപ്ത ദിവ്യമാല്യം. ദുർവാസ മഹർഷിക്ക് സുരവണിതകൾ അപ്സര സ്ത്രീകളൊക്കെ മഹാലക്ഷ്മി പൂജ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദുർവാസ മഹർഷി വന്നപ്പോൾ ദുർവാസ മഹർഷിക്ക് പ്രസാദം കൊടുത്തു. ആ മഹാലക്ഷ്മി പ്രസാദം ഇന്ദ്രന്റെ കയ്യിൽ കൊടുത്തപ്പോൾ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇടത്തെ കൈ കൊണ്ട് വാങ്ങി ആണപ്പുറത്ത് വച്ചു. ആ മാളിയുടെ സുഗന്ധത്തിന് വേണ്ടി വണ്ടുകളൊക്കെ വരാൻ തുടങ്ങി. ആ വണ്ടുകളുടെ ശല്യം കൊണ്ട് വണ്ടുകൾ വന്നത് ആണയ്ക്ക് ശല്യമായി. അപ്പോൾ ഇത് തലയിൽ നിന്ന് ആ മാല എടുത്ത് കാലിലിട്ട് ചവിട്ടി അരച്ചു. ഇത് നോക്കി ദുർവാസ മഹർഷി ഉടനെ ശാപം കൊടുത്തു, ലക്ഷ്മി കടാക്ഷം ഇല്ലാതാവട്ടെ. ദേവന്മാർക്ക് ശാപം കിട്ടിയപ്പോൾ അവരുടെ ലക്ഷ്മി കടാക്ഷം എല്ലാ ലക്ഷ്മിയും മറഞ്ഞു. അവർക്ക് ഉണ്ടായിരുന്ന സകല മംഗളദ്രവ്യങ്ങളും പാലാഴിയിൽ ഒളിച്ചിരുന്നു. അവിടെ പോയി ഒളിച്ചു. അപ്പോഴാണ് ദേവന്മാർ ബ്രഹ്മാവോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് ദേവന്മാരെ ഒളിച്ചുകൊണ്ട് പാലാഴിയിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ. ഇവിടെയൊക്കെ വലിയ സ്തോത്രമാണ് ഇവിടെ വർണ്ണിക്കുന്നു ഭാഗവതത്തിൽ. ഭഗവാനെ കാണുന്ന മുമ്പും കണ്ട ശേഷവും അതൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമുക്ക് ചുരുക്കമായിട്ട് അവർ പ്രാർത്ഥിച്ചു നമുക്ക് പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ സഹസ്രാർക്കോദയദ്വിതിഹി 1000 സൂര്യന്റെ തിളക്കത്തോടെ ഭഗവാൻ അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സൂര്യനെ തന്നെ കാണാൻ പറ്റുന്നില്ല, പിന്നെ 1000 സൂര്യനോട് സ്വരൂപത്തിൽ വന്നാൽ ദേവന്മാർക്ക് സ്വന്തം ശരീരം പോലും നോക്കാൻ വയ്യാതായി. അപ്പോഴാണ് ദേവന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഒന്ന് നിങ്ങളുടെ തേജസ് ഒന്ന് കുറയ്ക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തേജസ് ഒന്ന് കുറച്ചു. അവർ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ
അസുരന്മാർ മൃതസഞ്ജീവിയും ഇടയ്ക്ക് അവർ മൂലിക കലക്കി കുടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി തരാം. അമൃതം അതിൻ്റെ പേര്. അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളും ആദ്യം കുറച്ച് മൂലിക ചെടികളൊക്കെ പഠിച്ച് കൊണ്ടുവന്ന് ഈ പാലാഴിയിൽ ഇടണം. ക്ഷിപ്വാ ക്ഷീരൗദധൗ സർവാ വീരുത്രണലതൗഷധീഹി. പിന്നെ മന്ത്രപർവ്വതത്തിൽ മൂലികച്ചെടി കൂടുതലുണ്ട്. ആ മന്ത്രപർവ്വതം ആ പാലാഴിയിലിട്ട് വാസുകി ഇവരുടെ പെരുമ്പാമ്പിനെ കൊണ്ട് അതിൽ ചുറ്റി. നിങ്ങൾക്ക് ശക്തിയില്ലല്ലോ, അപ്പോൾ ശക്തന്മാരെയും കൂട്ടിച്ചേർക്കണം. ആവശ്യം വരുമ്പോൾ നമ്മുടെ ശത്രുവായാലും നമ്മൾ വിളിക്കണം. അപ്പോൾ അസുരന്മാരെയും വിളിച്ചോളൂ. രണ്ടുപേരും ചേർന്ന് ഈ പാലാഴി മഥനം ചെയ്യുമ്പോൾ അമൃതം എന്ന പേരുള്ള സാധനം ഉണ്ടാവും. അത് കുടിച്ചാൽ നിങ്ങൾക്ക് നല്ല ബലം, നല്ല ശക്തി കിട്ടും എന്ന് പറഞ്ഞു ഭഗവാൻ. ഉടനെ ഒരു ദേവൻ ചോദിച്ചു, എത്ര ശക്തി കിട്ടും? ഭഗവാൻ പറഞ്ഞു, അസുരന്മാർ അങ്ങോട്ട് അടിക്കാൻ ശക്തി കിട്ടുമോ സംശയം. അവർ കൊടുക്കുന്ന അടി വാങ്ങാനുള്ള ശക്തി എന്തായാലും കിട്ടും. ശരി പറഞ്ഞ് അവരൊക്കെ പുറപ്പെട്ട് ചെന്നു. അസുരന്മാരെ വിളിച്ച് കൊണ്ടുവന്നു. രണ്ടുപേരും മന്ത്രങ്ങളെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മല വരണു, ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മല വരണു അഹങ്കരിച്ചപ്പോൾ പെട്ടെന്ന് മല ഇടയിൽ അവിടെ ഇരുന്നു. അപ്പോൾ എന്തായാലും മലയുടെ അടിയിൽപ്പെട്ട ദേവന്മാരും അസുരന്മാരും ചമ്മന്തി പോലായി. പിന്നെ രക്ഷപ്പെട്ട ചില ദേവന്മാർ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ആ മല എടുത്ത് ഗരുഡന്റെ പുറത്ത് വച്ചു. മരിച്ചുപോയ ദേവന്മാരൊക്കെ തന്റെ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. ഈക്ഷയാ അമൃതവർഷിണ്യ സ്വനാഥാൻ സമജീവയത്ത്. തന്റെ അമൃത കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാൻ യഥ. ഇവിടെ ഗരുഡന്റെ ബലം നമ്മൾ മനസ്സിലാക്കണം. ദേവന്മാർക്കും അസുരന്മാർക്കും എടുക്കാൻ പറ്റാതെ മലയെ എടുക്കുന്ന ഭഗവാനെ എടുത്തുകൊണ്ട് പറക്കുന്നു ഗരുഡൻ. ഗരുഡന്റെ ബലം എന്താണെന്ന് ചോദിച്ചാൽ വിനയം. ഈ ദേവന്മാരും അസുരന്മാരും അഹങ്കരിച്ചത് കൊണ്ടാണ് വീണു. ഗരുഡനുക്ക് ആ വിനയം കൊണ്ടാണ് അദ്ദേഹം പറക്കുന്നത്. അങ്ങനെ ഗരുഡ ഭഗവാൻ പറന്ന് പാലാഴിയിൽ ആ മല വച്ചു. പിന്നെ ഗരുഡനോട് പറഞ്ഞു, ഭഗവാൻ ഒരാഴ്ച നിനക്ക് അവധിയാണ്, പോയിക്കോളൂ. ഗരുഡൻ പറഞ്ഞു, ഞാനും പാലാഴി മതനം കണ്ടോട്ടെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ വാസിക്ക് വരില്ലേ. പാമ്പ് വരണമെങ്കിൽ ഗരുഡനെ പുറത്താക്കിയാലേ വരുള്ളൂ. അതുകൊണ്ട് ഹരിനാശ വിസർജിത ഗരുഡനെ പറഞ്ഞു വിട്ടു. പിന്നെ വാസിക്ക് വിളിച്ചപ്പോൾ വാസിക്ക് ആദ്യം വരില്ല പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, വെറുതെ വിളിച്ചാൽ ഒരാൾ വരാറില്ല, സംതിങ് കൊടുത്താലേ പെട്ടെന്ന് കാര്യം നടക്കുള്ളൂ. തേ നാഗര അന്ന് തുടങ്ങിയതാണ് ഭഗവാൻ ഈ സംതിങ്ങിന്റെ കാര്യം. ഇന്ന് വരെ നമ്മൾ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നു. വെറുതെ സപ്താഹം ഇവിടെ പ്രഭാഷണം പാരായണം മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ വരാറില്ല. ഇടയ്ക്ക് പ്രസാദമൊക്കെ കിട്ടും പറഞ്ഞാലേ നാലാളുകൾ വരുള്ളൂ. തേ നാഗരാജ മാമന്ത്യ. അപ്പൊ പ്രധാനമായിട്ട് കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം പിന്നെ എന്താവും, കേൾക്കാത്ത ആളുകൾക്കും പ്രസാദമായിട്ട് കിട്ടും. അപ്പോൾ ചില ആൾ പണിയെടുക്കുമ്പോൾ അതിന് അവർ ഇവിടെ ഒപ്പം അതിനെ ഫലം കിട്ടുന്നത് പോലെയാണ് ഇവിടെ ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ ഉണ്ടാക്കുമ്പോൾ ചില കുറച്ച് അസുരന്മാർക്കും അതിൻ്റെ ഫലം കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവിടെ വാസുകിയെ വിളിച്ചു കൊണ്ടുവന്നു. ആദ്യം ഭഗവാൻ പാമ്പിൻ്റെ തലയിൽ കയറി പിടിച്ചു. അസുരന്മാരോട് പറഞ്ഞു, വാള് പിടിച്ചോളൂ. അവർ പറഞ്ഞു, ഞങ്ങൾ വാള് പിടിക്കില്ല, ഇടയ്ക്ക് ഈ പാമ്പ് മൂത്രം ഒഴിച്ചാൽ ഞങ്ങളുടെ തലയിലാവുമോ, അപ്പോൾ ഞങ്ങൾക്ക് തല വേണ്ട, ഞങ്ങൾക്ക് വാള് വേണ്ട, ഞങ്ങൾക്ക് തല തന്നെ വേണം. അവർ ആദ്യം അവരാണ് ചെയ്തു. തല വേണം, തല വേണം, ഞങ്ങൾക്കെല്ലാം തല വേണം, തല വേണം, തല വേണം. അങ്ങനെ അസുരന്മാർ സമരം ചെയ്തപ്പോൾ ശരി പറഞ്ഞ് അസുരന്മാരുടെ കയ്യിൽ തല കൊടുത്തു ഭഗവാൻ. ദേവന്മാരോട് ചേർന്ന് വാള് പിടിച്ചു. പാലാഴി മതനം തുടങ്ങിയ അടുത്ത ക്ഷണം അനാധാരോഹ്യപോവിശത്. ആധാരം ഇല്ലാത്തത് കൊണ്ട് മല ആണ്ടുപോയി വെള്ളത്തിൻ്റെ അടിയിൽ. അപ്പോഴാണ് ഭഗവാൻ കൂർമാവതാരം സ്വീകരിക്കുന്നു. മല ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ എന്താ കാരണം? ഇവിടെ പറയുന്നു, മഹാഗണപതിയെ പൂജിക്കാതെ ദോഷം. ഏത് സത്കർമ്മം ചെയ്താലും ആദ്യം മഹാഗണപതിയെ പൂജിച്ചിട്ട് വേണം. കഥാവിഘ്ന വിഘാതായ ഗണനാഥം പ്രപൂജയെ. ഇങ്ങനെ ഭാഗവത സപ്താഹമായാലും മഹാഗണപതി ഹോമം കൊണ്ട് നടത്തണം, അല്ലെങ്കിൽ മഹാഗണപതി പൂജ നടത്തണം. എന്ത് ചെയ്താലും അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ മഹാഗണപതിയെ പ്രാർത്ഥന വേണം. മഹാഗണപതിയെ പ്രാർത്ഥിക്കാത്ത ദോഷം കൊണ്ട് മല അടിയിൽ പോയി. ഭഗവാൻ കൂർമ്മരൂപം സ്വീകരിച്ച് ആ മലയെ മേപ്പോട്ട് കൊണ്ടുവന്നു.
പിന്നെ മല സ്റ്റഡി ആയിട്ട് നിൽക്കണില്ല. എന്താ കാരണം? ആമയുടെ പുറം ഒരു കോൺ ഷേപ്പിലെയാണ്. ദേവന്മാർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇവിടെ വീഴുന്നു, അസുരന്മാർ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വീഴുന്നു, സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ മലയുടെ മുകളിൽ 1000 കൈ കൊണ്ട് ആ മലയും പിടിച്ച് നിൽക്കുന്നു. താഴെയും ഒരു രൂപം, മുകളിലും ഒരു രൂപം, ഇടയിലും ഒരു രൂപം, 3 രൂപത്തിലാണ് ഭഗവാൻ സഹായിക്കുന്നു. അങ്ങനെ അമൃതം വരണം പ്രതീക്ഷിച്ച് അവർ പാലാഴി വധനം തുടങ്ങിയപ്പോൾ എന്തായി? ആദ്യം വിഷം വന്നു. മഹോൽപ്പണം ഹാലഹളഹ്വമഗ്രത. ആ വിഷം കണ്ടപ്പോൾ ദേവന്മാർക്ക് ഓടി, അസുരന്മാർക്കൊപ്പം ഓടി. എല്ലാവരും പാലാഴിൽ നിന്നും പുറപ്പെട്ട് കൈലാസം വരെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. ശംഭോ മഹാദേവ ദേവ, ശംഭോ മഹാദേവ ദേവ, ശിവ ശംഭോ മഹാദേവ ദേവേശ, ശംഭോ ശംഭോ മഹാദേവ ദേവ. പാലാവനം ദീപം പാലനേത്രാർത്തിജാതപന്തേഷു കീർത്തം ശൂലാഹതാരാതികൂട്ടം ശുദ്ധമർജിന്ദുസൂടം ഭജേ മാർഗബന്ധും. ശംഭോ മഹാദേവ ദേവ, ശിവ ശംഭോ മഹാദേവ ദേവേശ, ശംഭോ ശംഭോ മഹാദേവ ദേവ. ദേവന്മാർക്ക് പ്രാർത്ഥിച്ചു മഹാദേവനെ. ഉടനെ മഹാദേവൻ വിഷം കയ്യിലെടുത്തു. പാർവതിയോട് പറഞ്ഞു, ശക്തി ഇല്ലാത്തവർക്ക് ശക്തന്മാർ സഹായിക്കണം. ഇപ്പം പണമില്ലാത്തവർക്ക് പണം ഉള്ളവർ സഹായിക്കണം. വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉള്ളവർ സഹായിക്കണം. അതേപോലെ ശാരീരിക ബലമില്ലാത്ത പ്രായമായവർക്ക് ശാരീരിക ബലമുള്ള കുട്ടികൾ സഹായിക്കണം. ഇതൊക്കെയാണ് ഭഗവാന്റെ പൂജ. ഒരാൾക്ക് ഒരു സഹായവും ചെയ്യാതെ പൂ മാത്രം നിറച്ച് മേടിച്ച് ഇങ്ങനെ പൂജിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് മാനവസേവ, മാധവസേവ, മക്കൾ സേവ, മഹേശൻ സേവ എന്ന് പറയാറുണ്ടല്ലോ. അത് തുടങ്ങിയത് മഹാദേവനാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഈ ദേവന്മാർക്കും അസുരന്മാർക്കും ഈ വിഷം സഹിക്കാൻ വയ്യ, ഈ വിഷം ഞാൻ കൊണ്ട് കുടിച്ചോട്ടെ. പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറഞ്ഞു, കുടിച്ചോളൂ പറഞ്ഞു. ഭർത്താവ് വിഷം കുടിക്കുമ്പോൾ വേണ്ടാൻ പറയണ്ടേ? കുടിച്ചോളൂ പറയാൻ കാരണം പ്രഭാവജ്ഞ അൻവമോദത. വിഷം കുടിച്ചാലും അദ്ദേഹത്തിന് ഒരു ബാധകം ഇല്ലേ മനസ്സിലാക്കിയിട്ടാണ് കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മഹാദേവൻ വിഷം കുടിച്ചപ്പോൾ എന്തായി? വിഷം കഴുത്തിൽ അവിടെ നിന്നു. വിഷം കഴിച്ചിട്ട് ചിലർ അവർ ബുദ്ധിമുട്ടും. ഇപ്പോൾ എന്തായി? വിഷം ബുദ്ധിമുട്ടണം, ഉള്ളിലേക്കും പോകാൻ പറ്റാതെ പുറത്തേക്കും പോകാൻ പറ്റാതെ കഴുത്തിൽ തന്നെ നിന്നു. അതാണ് ഭഗവാനക്ക് നീലകണ്ഠൻ പേര് വരാൻ കാരണം. ഇതിൽ എന്താണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, വിഷമില്ല. വിഷം പോലെ പറയുന്ന കുത്തുവാക്കുകളാണ് വിഷം. വിഷം പോലെ ഉള്ള കുത്തുവാക്കുകളെ പുറത്ത് പറയേണ്ട, കഴുത്തിൽ വെച്ചോളൂ. നല്ല വാക്കുകൾ മാത്രമേ പുറത്ത് പറയാവൂ. അതുകൊണ്ടാണ് പാലാഴിയിൽ വന്ന ചന്ദ്രനെ ശിരസിൽ വെച്ചു, വിഷം കഴുത്തിൽ വെച്ചു ഭഗവാൻ. പരം കണ്ഠേ നിയച്ഛതി. വീണ്ടും പാലാഴി മഥനം തുടങ്ങിയപ്പോൾ 8ാമത്തെ സ്കന്ധം, 8ാമത്തെ അധ്യായം, 8ാമത്തെ ശ്ലോകം, 8ാമത്തെ വസ്തുവായി മഹാലക്ഷ്മി ആവിർഭവിച്ചു. തപശ്ചാവിരഭൂത് സാക്ഷാത് ശ്രീരമാ ഭഗവത്പരാ രഞ്ജയന്തി ദിശക്കാന്ത്യാ വിദ്യുത് സൗദാമനി യഥാ. തപശ്ചാവിരഭൂത് സാക്ഷാത് ശ്രീരമാ. മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ദേവന്മാരൊക്കെ സ്തുതിച്ചു. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ഇന്ദ്രാദി ദേവന്മാരൊക്കെ സ്തുതിച്ചു. ഋഷിയ കൽപ്പയാൻ ചതുഹു. ഋഷീശ്വരന്മാരൊക്കെ സൂക്തവാക്യൈ ശ്രീ സൂക്തമൊക്കെ പറഞ്ഞ് ഹിരണ്യവർണാം ഹരിണീം സുവർണരജസ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മാവഹ എന്ന സൂക്തങ്ങളൊക്കെ ചൊല്ലി ദേവിയെ അലങ്കാരമൊക്കെ അഭിഷേക അലങ്കാരമൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു വർണ്ണമാലയെ എടുത്ത് മഹാലക്ഷ്മി അവിടെ വന്നു. അവിടെ വന്നപ്പോൾ എല്ലാ ദേവന്മാരും തല കാണിച്ചു നിൽക്കുന്നു. എല്ലാവർക്കും മഹാലക്ഷ്മി വേണം ആഗ്രഹം. മഹാലക്ഷ്മി ഭാര്യയായി കിട്ടിയാൽ പിന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യം പണം നോക്കിയാൽ മതി, പണം കിട്ടും. എല്ലാ ദേവന്മാരും ഇങ്ങനെ മഹാലക്ഷ്മിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മഹാലക്ഷ്മി നോക്കി. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കുറവുണ്ടായിരുന്നു. ഇവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. നൂനം തപോയസ്യ നമന്യുജയ
ജ്ഞാനം ക്വചിത് തച്ചന സംഗവർജിതം കശ്ചിൻ മഹാസ്തസ്യന കാമനിർജയഃ സൈശ്വര കിം പരതോ വ്യപാശ്രയഃ. നല്ല തപസ്സുള്ള ദുർവാസ മഹർഷി അവിടെ ഉണ്ട്. പക്ഷേ തപസ് ഉണ്ടായിട്ട് കാര്യമില്ല. ശുണ്ഠി എടുക്കുന്ന ആളാണ്. കൂടുതൽ ശുണ്ഠി എടുക്കുന്ന ആളെ വിവാഹം കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്. എപ്പോഴും എന്തെങ്കിലും പാത്രങ്ങളെ മേലെ എറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ വേണ്ട, ദുർവാസനം വേണ്ട വിചാരിച്ചു. പിന്നെ നല്ല ജ്ഞാനമുള്ള ശുക്രാചാര്യൻ അവിടെ ഉണ്ട്. ജ്ഞാനം ക്വചിത്തച്ചന സംഘവർജികം. ജ്ഞാനം ഉണ്ടെങ്കിലും പക്ഷേ കൂടുതൽ തൻ്റെ മകളോട് സ്നേഹം, കൂടുതൽ മകളോട് സ്നേഹമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ജ്ഞാനം പോലും നശിച്ചു. മകളുടെ ഭർത്താവ് എന്തോ തെറ്റ് ചെയ്ത പോലെ ചെയ്തു. സ്വന്തം മകളുടെ ഭർത്താവ് തന്നെ വൃദ്ധനായി പോകണമെന്ന് ശ്രമിച്ചു. നിനക്ക് ജരാനര പിടികൂടട്ടെ പറഞ്ഞാൽ, സ്വന്തം മരുമകൾക്ക് വൃദ്ധത്വം വന്നാൽ ജരാനര പീഡിച്ചാൽ മകൾക്കല്ലേ സങ്കടം. അതുപോലും അറിയാത്ത ആളാണ്. അതുകൊണ്ട് ശുക്രാചാര്യന് വേണ്ട. കശ്ചിൻ മഹാസ്തസ്യ, നല്ല മഹാനായിട്ടിരിക്കുന്നു ബ്രഹ്മാവ്. പക്ഷേ ബ്രഹ്മാവ് കാമത്തെ ജയിച്ചിട്ടില്ലേ. നല്ല സുന്ദരക്കുട്ടനായി നിൽക്കുന്നു ചന്ദ്രൻ. ചന്ദ്രനക്കും കാമജയം ഇല്ലേ. കാമത്തെ ജയിക്കാത്തവരെ വിവാഹം കഴിച്ചാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതും വേണ്ട. സ ഈശ്വരക്യം പരതോ വ്യപാശ്രയഃ. പിന്നെ ദേവന്മാരുടെ രാജാവായി ഇന്ദ്രൻ നിൽക്കുന്നു. പക്ഷെ ഇന്ദ്രന് ദേവരാജൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രാബ്ലം വന്നാൽ സ്വയം അത് എന്താണ് ചെയ്യുന്നത് അറിയാതെ ഉടനെ വേറാളുടെ അടുത്ത് കൂടും. എനിക്ക് എന്തൊന്ന് സങ്കടം വന്നല്ലോ എന്ന് അടുത്തവരെ സഹായിക്കാനും അടുത്തവരുടെ കാല് പിടിക്കാൻ ഓടും. പരതോ വ്യപാശ്രയഃ. നല്ല ധർമ്മത്തോട് ജീവിക്കുന്ന ഒരാളുണ്ട്, ധർമ്മരാജാവ്, യമധർമ്മരാജാവ്. പക്ഷേ അവിടെ കാരുണ്യമില്ല. ധർമ്മക്വചിത്തത്ര ഭൂത സൗഹൃദം. യമന വിവാഹം കഴിച്ചാൽ നല്ല ശബ്ദമേ കേൾക്കില്ല. അടി, കുത്തു, കൊല്ലു, ഇങ്ങനെയൊക്കെ യമലോകത്തിൽ നരകലോകത്തിൽ നല്ല ശബ്ദം കേൾക്കാറില്ല. അത് വേണ്ട. ത്യാഗക്വചിത്തത്ര മുക്തി കാരണം. ത്യാഗം ചെയ്ത ശിബിചക്രവർത്തി ഉണ്ട് അവിടെ. പക്ഷേ ആ ത്യാഗം യശസ് കിട്ടാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ, മോക്ഷത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. വീര്യം ന പുംസോസ്ഥിര വേഗനിഷ്കൃതം. നല്ല വീര്യമുള്ള കാർത്തവീര്യാർജുനൻ മുതലായ രാജാക്കന്മാരുണ്ട്. പക്ഷേ അവരുടെ ആയസ് നിർണയമില്ല. നഹി ദ്വിതീയോ ഗുണസംഗവർജിതഃ. പിന്നെ സനകാദികളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഈ വിവാഹ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവരാണ്. പിന്നെ നല്ല ദീർഘായുസ്സായിട്ട് ഒരാളുണ്ട്, ക്വചിത് ചിരായുഹു, ആരാണ് മാർക്കണ്ഡേയൻ. പക്ഷെ ദീർഘായുസ് മാത്രം എന്നിട്ട് കാര്യമില്ല. നഹി ശീലമംഗലം, എപ്പോഴും തപസ് എന്തോ വ്രതം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എപ്പോഴും തപസ് പൂജ ചെയ്യുന്ന ആളെ വിവാഹം കഴിച്ചാലും സുഖമില്ല ഗൃഹസ്ഥ ജീവിതത്തിൽ. ക്വചിത് തദപ്യസ്തി നവേദ്യമായുഷഃ. ഇങ്ങനെ ഓരോരോ ആൾക്കും ഓരോരോ ദോഷം, ഓരോരോ ഗുണം ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നു. ക്വചിത് തദപ്യസ്തി നവേദ്യമായുഷഃ. എത്രോ ഭയം കുത്രച സോപ്യമംഗളഃ. മഹാദേവനക്ക് നല്ല ദീർഘായുസ്സുമുണ്ട്, നല്ല ശീലവുമുണ്ട്. പക്ഷേ വേഷം നല്ല വേഷം ധരിച്ചിട്ടില്ല, അമംഗലനായിരിക്കുന്നു. ആണത്തോളും പുളിത്തോളും പാമ്പുകളൊക്കെ ധരിച്ചിരിക്കുന്നു. മഹാദേവൻ വിവാഹം കഴിച്ചാൽ എന്ത് ചെയ്യും? താളി എടുത്ത് ഒരു കുട്ടി പാമ്പിൽ കോർത്ത് കഴുത്തിൽ കെട്ടിയിടും. അപ്പോൾ വേണ്ട വച്ചു. സ്വപ്യമംഗലഃ സുമംഗല കശ്ചന കാംക്ഷതേഹിമ. സുമംഗല കശ്ചൻ, നല്ല സുമംഗലനായിട്ട് മഹാവിഷ്ണു നിൽക്കുന്നു. പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നില്ല, വേറെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു കുറവുണ്ടായിരുന്നു. കുറയില്ലാതെ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മാറിടത്ത് മാല ചാർത്തി. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ മാറിടത്ത് സ്ഥാനം കൊടുത്തു. അങ്ങനെ തസ്യാ ശ്രിയസ്ത്രിജഗതോ ജനകോ ജനന്യാഃ വക്ഷോ നിവാസമകരോത്പരമം വിഭൂതേഃ ശ്രീസ്വാ പ്രജാ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈധയത് സാധിപതീന് ത്രിലോകാൻ. അവിടെ ശ്രീനിവാസനായി ഭഗവാൻ മാറി. പക്ഷസ്ഥലത്തിൽ സ്ഥാനം കൊടുത്തു പറഞ്ഞ അർത്ഥം, എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം കിട്ടണമെങ്കിൽ താഴെ ഇരുന്നാൽ നോക്കാൻ പറ്റില്ല. തൻ്റെ മാറിടത്ത് വെച്ചാൽ എല്ലാവർക്കും മഹാലക്ഷ്മി കടാക്ഷം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഭഗവാൻ മഹാലക്ഷ്മിക്ക് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു. മാത്രമല്ല, മഹാലക്ഷ്മി കരുണാസ്വരൂപിണിയാണ്. കരുണ ഹൃദയത്തിലല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഹൃദയത്തിൽ വച്ചു. പിന്നെ മഹാലക്ഷ്മി സ്വരൂപമായ പൈസ, പണം നമ്മ ഹൃദയത്തിൽ വയ്ക്കണം, ഷർട്ട് പാക്കറ്റിൽ വയ്ക്കണം. അതുകൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം ഇവിടെ ആണ് വയ്ക്കുന്നില്ല, പൃഷ്ഠത്തിലാണ് വയ്ക്കുന്നത്, വേണ്ട പാക്കറ്റ്. അത് ജ്യേഷ്ഠാഭഗവതി മൂദേവി സ്ഥാനമാണ്. അവിടെ വെച്ചാൽ പണം നഷ്ടപ്പെടും.
ഇവിടെ വെച്ചാൽ സൂക്ഷിച്ചിരിക്കും എന്നുകൂടി കാണിച്ചു കൊടുത്തു ഭഗവാൻ. വീണ്ടും പാലാഴി മതനം തുടങ്ങിയപ്പോൾ ഭഗവാൻ ധന്വന്തരി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുച്ചിതോംബുരാശേഹേ അമൃതം കളസേ വഹൻ കരാഭ്യാം അഖിലാക്തിം ഹരമാരുതാലയേശ. അമൃതകലസവും അട്ടപ്പൂച്ചയും ഇങ്ങനെ ആയുർവേദ ചുവടിയോട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാർ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാണാസു ധന്വന്തരേ ഹരേ. ദേവന്മാർ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് അസുരന്മാർ ധന്വന്തരി ഭഗവാൻ കയ്യിൽ നിന്നും അമൃതകലസം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ദേവന്മാർക്ക് സ്തുതി കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ അമൃതകലസവും ഇല്ല, ഭഗവാനും ഇല്ല. പിന്നെ വീണ്ടും ഭഗവാനോട് കരഞ്ഞപ്പോൾ ഭഗവാൻ പേടിക്കേണ്ട പറഞ്ഞ് സ്വയം ഒരു ദിവ്യ രൂപം സ്വീകരിച്ചു, മോഹിനി രൂപം സ്വീകരിച്ച് യോഷിദ്രൂപം അനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. അങ്ങനെ മോഹിനി വേഷം കെട്ടി ഭഗവാൻ നേരെ അസുരന്മാരുടെ അടുത്ത് ചെന്നു. അപ്പോൾ അസുരന്മാർക്ക് ചോദിക്കുന്നു, കാത്വം കഞ്ചബലാ സാക്ഷി, നീ ആരാണ്, എൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു ആൾക്ക് സ്വന്തമായ ആളില്ലേ, ആര് വിളിച്ചാലും വിളിക്കുന്നവരുടെ അടുത്ത് പോകുന്ന ആളാണ്. എൻ്റെ അർത്ഥം ഭഗവാൻ അത് സ്വഭാവം അങ്ങനെയാണ്, ആര് വിളിക്കുന്നു അവരുടെ അടുത്ത് പോകുന്ന ആളാണ്. പക്ഷേ അവർ അസുരന്മാർ തെറ്റിദ്ധരിച്ചു. പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്ന് അമൃതം വിളമ്പി തരാമോ? മോഹിനി പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് കൊടുക്കും, വേണ്ടാത്ത ആൾക്ക് കൊടുക്കില്ല, സമ്മതമാണോ? സമ്മതം പറഞ്ഞപ്പോൾ ആ അമൃത കളസം മേടിച്ച് പറഞ്ഞു അസുരന്മാരോട്, ഒരാൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ അതുകൊണ്ട് വയറുവേദന ഉണ്ടാവും. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് വേണം കഴിക്കണം. അപ്പോൾ ദേവന്മാർ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചാൽ അത് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ അമൃത കളസത്തിൽ മുകളിൽ കൂടുതൽ കഞ്ചി പോലെയാണ് ഈ അമൃത കളസം. അപ്പോൾ കഞ്ചി കൂടുതൽ വെള്ളം മുകളിലുണ്ടാവും, പിന്നെ അടിയിൽ കുറച്ച് കട്ടിയായ സാധനം ഉണ്ടാവും. അപ്പോൾ വെള്ളമായിട്ടിരിക്കുന്നതൊക്കെ ദേവന്മാർക്ക് വിലക്ക് കൊടുക്കാം, അടിയിലിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത് ദേവന്മാരെയും അസുരന്മാരെയും നിർത്തി ആദ്യം ദേവന്മാർക്ക് വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ഒരു അസുരൻ നോക്കി, സ്വർഭാനു, 33 കോടി ദേവന്മാർക്കും വിളമ്പിട്ട് ബാക്കി ഈ പാത്രത്തിൽ ഉണ്ടാകുമോ സംശയം. ആദ്യം നമ്മൾ ദേവന്മാരുടെ ഇടയിൽ കയറി കഴിക്കാൻ വിചാരിച്ച് ദേവന്മാരുടെ ഇടയിൽ കയറിയിരുന്നു. ഭഗവാനും വിളമ്പി കൊടുത്തു. വിളമ്പി കൊടുത്ത അടുത്ത ക്ഷണം സ്വയം അങ്ങനെ കഴിച്ചു. വിളമ്പിയ ഉടനെ കഴിച്ചാൽ അത് അസുര സ്വഭാവമാണ്. വിളമ്പിയ ശേഷം അന്നപൂർണേ സ്ഥാപൂർണേ ശങ്കര പ്രാണവല്ലഭേ അങ്ങനെ പ്രാർത്ഥന ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വീതം കഴിക്കാം, പെട്ടെന്ന് കഴിക്കാൻ പാടില്ലേ. അപ്പോൾ അസുരന് മനസ്സിലായി. ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ തൃച്ചക്രം കൊണ്ട് അവൻ്റെ കഴുത്ത് മുറിച്ചു. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ലേ, സ്വർഭാനു. എന്താ കാരണം? അമൃതം കഴിച്ചതുകൊണ്ട് തലയും സ്കബന്ധവും രണ്ടും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ പാമ്പിൻ്റെ തലയും പാമ്പിൻ്റെ വാളും പഠിപ്പിച്ച് ഭഗവാൻ അയാളെ ജീവിപ്പിച്ചു. അതാണ് രാഹു കേതു, രണ്ട് ഛായാഗ്രഹമായി മാറി. വീണ്ടും ദേവാസുര യുദ്ധം തുടങ്ങി. ദേവാസുര യുദ്ധം തുടങ്ങിയപ്പോൾ ഭഗവാൻ വീണ്ടും അവിടെ ഗരുഡപുരത്ത് കയറി വന്ന് അവർക്ക് സഹായിച്ചു. അവസാനം ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ ക്ഷയിക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് നാരദനെ പറഞ്ഞു വിട്ടു. നാരദൻ അവിടെ വന്ന് ദേവന്മാരെയും അസുരന്മാരെയും സമാധാനം ചെയ്തു. യുദ്ധം ചെയ്യേണ്ട പറഞ്ഞ് നേരെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് പറഞ്ഞു. ഭഗവാന്റെ മോഹിനി വേഷത്തെക്കുറിച്ച് പറഞ്ഞു. ഭഗവാന്റെ മോഹിനി വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാദേവൻ ആ മോഹിനി വേഷം കാണാൻ വേണ്ടി അവിടെ കുടുംബസമേതം വന്നു. ആദ്യം പുറപ്പെട്ടപ്പോൾ തന്നെ പാർവതി ദേവി ചോദിച്ചു, എവിടേക്കാ പോകുന്നു? അപ്പോൾ മോഹിനിയെ കാണാൻ പോകുന്നു. മോഹിനി ആരാണ് ചോദിച്ചപ്പോൾ നിന്റെ സഹോദരൻ വിഷ്ണുവിൻ്റെ സ്ത്രീ രൂപമാണ് മോഹിനി. അപ്പോൾ പാർവതി പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ വേഷം കെട്ടിയാൽ, സ്ത്രീ വേഷം കെട്ടിയാൽ ഛായ എന്നെ പോലെ തന്നെ ഇരിക്കും, ഞാനും കാണാൻ വരാൻ പറഞ്ഞു. പാർവതി പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ ഉണ്ണി ഗണപതി അച്ഛാ ഞാനും വരട്ടെ മോഹിനിയെ കാണാൻ ചോദിച്ചപ്പോൾ ഗണപതിയെ വിളിച്ചു കൊണ്ടുപോയി. ഇത് സുബ്രഹ്മണ്യ സ്വാമിയും വിളിച്ചു. പിന്നെ ഭൂതങ്ങളും വരാൻ പറഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി. ഭഗവാനെ പ്രാർത്ഥിച്ചു, മോഹിനി രൂപം കാണിച്ചു തരണേന്ന്. ഉടനെ ഭഗവാൻ ഇപ്പോൾ വരാൻ പറഞ്ഞ് പോയി. വന്നിട്ടില്ല. അപ്പോൾ അടുത്തുള്ള തോട്ടത്തിൽ ഇങ്ങനെ ചുറ്റി കാണാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് അവിടെ പെൺകുട്ടി പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, പാട്ട് പാടി. ആ പന്ത് മഹാദേവൻ്റെ അടുത്ത് വന്ന് വീണു.
അത് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ മഹാദേവന്റെ ഈ രൂപം 3 കണ്ണും ശൂളവും പാമ്പും ഇതൊക്കെ കണ്ടപ്പോൾ ആ പെൺകുട്ടി ഓടാൻ തുടങ്ങി. കുട്ടി പേടിക്കണ്ട, പന്ത് പിടിച്ചോളൂ. പന്ത് വേണ്ടേ വേണ്ട പറഞ്ഞ് കുട്ടി ഓടുന്നു. പുറകിൽ മഹാദേവൻ ആ പെൺകുട്ടിയുടെ കേശവും പിടിച്ച് തെറിച്ച് നോക്കുമ്പോഴാണ് അവിടെ പെൺകുട്ടിയിലെ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവാണ്. അപ്പം മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നിങ്ങളാണോ? ഇതുപോലെയാണ് അന്ന് അസുരന്മാരെ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ സമയത്തിലാണ് മഹാദേവന്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതിസും മഹാവിഷ്ണു മോഹിനി രൂപത്തിലിരിക്കുന്ന മഹാവിഷ്ണു ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതിസ്, 2 ജ്യോതി ചേർന്ന് ജ്യോതിസ്വരൂപനായ ധർമ്മശാസ്താവിൻ്റെ അവതാരം ഉണ്ടായി എന്നാണ് വേറെ പുരാണത്തിൽ പറയുന്നു. ആ ധർമ്മശാസ്താവാണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ പന്തളത്തിൽ രാജകുമാരനായി ധർമ്മത്തെ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി അയ്യപ്പനായി അവതരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ മോഹിനി അവതാരം പറഞ്ഞുകൊണ്ടാണ് പാലാഴി മതനം സമർപ്പിക്കുന്നു. ഇതൊരു കഥയായിട്ട് വർണ്ണിച്ചാലും ഇതൊരു യോഗരഹസ്യം എന്നാണ് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നു. പാലാഴി പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അതിൽ മന്ദരപർവ്വതം പറയുന്നത് നമ്മുടെ നട്ടെല്ലാണ് മന്ദരപർവ്വതം. പാമ്പ് ചുറ്റിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ല് ചുറ്റി സുഷുമ്ന എന്ന പേരുള്ള നാഡിയുണ്ട്. അപ്പോൾ ദേവന്മാർ അസുരന്മാർ പറയുന്നത് നമ്മുടെ നല്ല ചിന്തകളും ചീത്ത ചിന്തകളുമാണ് ദേവാസുരന്മാർ. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി യുദ്ധം ചെയ്യും. അപ്പോൾ യോഗം ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ആദ്യം കൂർമ്മത്തെ പോലെ ഇന്ദ്രിയ നിഗ്രഹത്തോട് വേണം. അതുകൊണ്ടാണ് ഇവിടെ കൂർമാവതാരം ആദ്യം വർണ്ണിക്കുന്നു. യോഗം ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ സമക്ഷത്തിൽ വേണം. ഗുരു ഇല്ലാതെ യോഗം ചെയ്യാൻ പുറപ്പെട്ടാൽ എന്താവും? ആ യോഗം രോഗമായി തീരും. ഒരാൾ വിഡ്ഢിപ്പെട്ടി നോക്കി പഠിച്ചു യോഗ ക്ലാസ്. അവരെന്ത് ചെയ്തു? ഈ കാറ് എടുത്ത് ഇങ്ങനെ കഴുത്തിലിടണം, അതൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നോക്കി അങ്ങനെ ഇട്ടു. സമയമായപ്പോൾ ടി വിയിൽ പറഞ്ഞു എടുക്കാൻ നാളെ പറഞ്ഞ് തരാൻ പറഞ്ഞ് തീർച്ചി. പിന്നെ കാലിൽ കഴുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളായിട്ട് യോഗം ചെയ്യാൻ പാടില്ല. ഒരു ഗുരുനാഥന്റെ സമക്ഷത്തിൽ വേണം. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം വിഷം വന്നു പറഞ്ഞത്. വിഷം വന്നപ്പോൾ എന്ത് ചെയ്തു? ഗുരുനാഥനായ ദക്ഷിണാമൂർത്തി മഹാദേവൻ ആ വിഷം കഴിച്ച് അവരെ രക്ഷപ്പെടുത്തി. പിന്നെ യോഗം ചെയ്യുന്നവർക്ക് ഈ കുണ്ടലിനി ശക്തി പറയുന്നത് ആജ്ഞാചക്രം വരെ എത്തുമ്പോൾ സിദ്ധികളൊക്കെ ഉണ്ടാകും. അതാണ് ഇവിടെ അഷ്ടമംഗളദ്രവ്യം വരുന്നതായി വർണ്ണിക്കുന്നു. ഐരാവതം, ഉച്ചൈസ്രവസ്, കൽപ്പകവൃക്ഷം, കാമധേനു, കൗസ്തുഭം, അഷ്ടമംഗളദ്രവ്യം അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഇതെന്താ? അഷ്ടസിദ്ധികൾ ഉണ്ടാവും യോഗം ചെയ്യുന്നവർക്ക്. പക്ഷേ സിദ്ധിയിൽ മയങ്ങാൻ പാടില്ല. യോഗത്തിൻ്റെ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ്. ഈ അസുരന്മാരും ദേവന്മാരും സിദ്ധിയിൽ മയങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഉച്ചൈസ്രവസ് മേടിച്ചു പോയി ബലിചക്രവർത്തി. ഉച്ചൈസ്രവസ് പറഞ്ഞാൽ എന്താ? സ്രവാഹ പറഞ്ഞാൽ പുകഴ് കിട്ടുമ്പോൾ പുകഴിൽ മയങ്ങി. ഇങ്ങനെ ഓരോരാൾ ഒന്നിൽ മയങ്ങി ചെന്നപ്പോൾ ഈ യോഗത്തിൻ്റെ ലക്ഷ്യമായ പരമലക്ഷ്യം ഭഗവാനെ പ്രാപിച്ചത് ആരാണ് ചോദിച്ചാൽ മഹാദേവൻ മാത്രമേ. മഹാദേവൻ മാത്രം മോഹിനി രൂപത്തിലിരിക്കുന്ന ഭഗവാനെ പ്രാപിച്ചു. ബാക്കി ദേവന്മാരും അസുരന്മാരും സിദ്ധിയിൽ മയങ്ങിപ്പോയി. അപ്പോൾ സിദ്ധിയിൽ മയങ്ങാതെ യോഗം ചെയ്യുന്നവർ ആ ഭഗവാനിൽ എത്തിച്ചേരണം എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. പാലാഴി വചനത്തോട് നമുക്ക് ഇപ്പോൾ പ്രഭാഷണം നിർത്താം.